മാധവ് തിരിഞ്ഞു കിടന്നുകൊണ്ട് അവളുടെ കൈവിരൽ തുമ്പിൽ മെല്ലെ തൊട്ടു. വളരെ മൃദുലമായിരുന്നു അത്. പിന്നെ എന്തോ ആലോചിച്ച് നെടുവീർപ്പിട്ടുകൊണ്ട് അവൻ തിരിഞ്ഞു കിടന്നു. ജാനകി ചിറ്റയോട് രാവിലെ അടുക്കളയിൽ സഹായിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടും ശിവോനെ സ്കൂളിൽ വിടേണ്ടതുകൊണ്ടും വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ഈറൻ മാറിയവൾ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ ലൈറ്റുണ്ട്. ചിറ്റയും അമ്മയും ഉണർന്നെന്ന് അവൾക്ക് തോന്നി. അവൾ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ ജാനകി ചിറ്റ മാത്രമേ അടുക്കളയിലുള്ളൂ. ആഹാ, മോൾ ഉണർന്നോ? വിറകടുപ്പിൽ കഞ്ഞിക്കുള്ള വെള്ളം വെച്ചുകൊണ്ട് ജാനകി അവളെ നോക്കി പുഞ്ചിരിച്ചു. രാവിലേക്ക് എന്താ ഉണ്ടാക്കുന്നത്? ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇന്നിപ്പോൾ രാവിലത്തേക്ക് കഞ്ഞിയാക്കാം. ഇന്ന് മോഹനേട്ടൻ്റെ പക്കപ്പിറന്നാളാണ്. ഞാൻ കുടുംബക്ഷേത്രം വരെ പോകുകയാണ്. അതുകൊണ്ട് പലഹാരം ഉണ്ടാക്കാൻ സമയമുണ്ടാകില്ല. സ്ലാബിൻ്റെ അടിയിലെ ഷെൽഫിൽ നിന്നും അരിയെടുത്തുകൊണ്ട് അവർ പറഞ്ഞു. ആണോ? ഞാൻ കഴുകാം ചിറ്റേ. അവൾ ജാനകിയുടെ കയ്യിൽ നിന്നും ആ പാത്രം വാങ്ങി സിങ്കിൻ്റെ അടുത്തേക്ക് നടന്നു. മോളെ, ഈ കഞ്ഞി ഒന്ന് തിളയ്ക്കുമ്പോൾ ഇറക്കി വെച്ചേക്ക്. ചേച്ചി വന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കിക്കോളും. മോൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. ഞാൻ പോയി കുളിക്കട്ടെ, അല്ലെങ്കിൽ വൈകും. അതും പറഞ്ഞുകൊണ്ട് ജാനകി തിരക്കിട്ട് ഹാളിലേക്ക് പോയി. ശിവുവിന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ. കഞ്ഞി അവൾ കുടിക്കില്ല. പിന്നെ ലഞ്ചും കൊടുത്തു വിടണമല്ലോ. അവൾ അടുക്കളയിൽ ആകമാനം നോക്കി. പിന്നെ ഓരോ ഷെൽഫുകളായി തുറന്നു നോക്കി. അപ്പപ്പൊടിയും അരിപ്പൊടിയും 2 പാത്രങ്ങളിലായി വെച്ചിട്ടുണ്ട്. അവ രണ്ടും അവളെടുത്ത് പുറത്തേക്ക് വെച്ചു. ആദ്യം പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചെങ്കിലും ശിവുവിന് അത് അത്ര ഇഷ്ടമല്ല. കൊടുത്താൽ വാശി പിടിക്കും. അത് ചിലപ്പോൾ ഇവിടെയുള്ളവർക്ക് ഇഷ്ടക്കേടായെങ്കിലോ? കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അവൾ ഇടിയപ്പം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. പലഹാരം എന്താണെന്ന് തീരുമാനിച്ചുകൊണ്ട് അവൾ കറി എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചു. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ കുറച്ച് ഉരുളൻകിഴങ്ങ് ഇരിക്കുന്നത് കണ്ടു. ഇടിയപ്പവും ഉരുളൻകിഴങ്ങ് മസാലക്കറിയും വയ്ക്കാം. അത് തന്നെ ലഞ്ചും കൊടുത്തുവിടാം. ഇനി ഇവിടെയുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ആലോചനയോടെ നിമിഷങ്ങൾ പിന്നെയും നീണ്ടുപോയി. എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി ഉണ്ടാക്കാതിരുന്നാൽ മതിയല്ലോ. ഉണങ്ങിത്തുടങ്ങിയ മുടി ഒതുക്കി കെട്ടിവെച്ചുകൊണ്ട് ഇടിയപ്പത്തിനുള്ള മാവ് വാട്ടിക്കുഴച്ചു. അത് ചൂടാറാൻ വെച്ചുകൊണ്ട് ഉരുളക്കിഴങ്ങ് വേവാനായി ഗ്യാസിൽ വെച്ചു. കുക്കറിൽ നിന്നും 2 വിസൽ ഉയർന്നപ്പോഴേക്കും ആദ്യത്തെ തട്ട് ഇടിയപ്പം റെഡിയായി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും അവളാകെ വിയർത്തിരുന്നു. പിന്നാമ്പുറത്തെ വാതിൽ തുറന്നിട്ടുകൊണ്ട് അവൾ കുറച്ചുനേരം പുറത്തേക്ക് നോക്കി നിന്നു. തണുത്ത കാറ്റ് അവളെയും തഴുകി അകത്തേക്ക് കയറി. പ്രഭാത സൂര്യൻ്റെ വെള്ളി വെളിച്ചം ഭൂമിയെ ചുംബിച്ചുണർത്തിയതേയുള്ളൂ. കുറച്ചുനേരം പുറത്തെ കാഴ്ചകൾ കണ്ടു നിന്നപ്പോൾ മനസ്സൊന്ന് തണുത്തു. ഉള്ളിലെ ഉഷ്ണം ഒന്നടങ്ങിയപ്പോൾ അവൾ തിരികെ അടുക്കളയിലേക്ക് കയറി. ഇത്രയും നേരമായിട്ടും പാർവതി അടുക്കളയിലേക്ക് എത്തിയിട്ടില്ല. അടുത്ത തട്ട് ഇടിയപ്പം കൂടി വേവാൻ വെച്ചുകൊണ്ട് അവൾ വെന്ത ഉരുളക്കിഴങ്ങ് കറിയാക്കി. അവിടെയുള്ളവർക്ക് എത്ര ഇടിയപ്പം വെച്ച് വേണമെന്ന് അറിയാത്തതുകൊണ്ട് എടുത്ത മാവ് തീരുന്നത് വരെ അവൾ ഉണ്ടാക്കി. എന്താ രാവിലെ തന്നെ അടുക്കളയിൽ? ചായക്കുള്ള പാൽവെള്ളം ചേർത്ത് തിളപ്പിക്കാൻ വെക്കുമ്പോഴാണ് പിറകിൽ നിന്നും പാർവതിയുടെ ചോദ്യം കേട്ടത്. ജാനകി ചിറ്റ അമ്പലത്തിൽ പോയി, അതുകൊണ്ട് ഞാൻ. നേർത്ത പതർച്ചയിൽ അവൾ പറഞ്ഞു. ഒന്നമർത്തി മൂളിക്കൊണ്ട് അവർ എല്ലാം ഒന്ന് നോക്കി. ദോശയും ഇഡ്ഡലിയുമല്ലാതെ ഇടിയപ്പം ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ട് പാർവതി തലചിരിച്ച് അവളെ നോക്കി. താൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന ആദിയിൽ നിൽക്കുകയാണ് തീർത്ത. അപ്പോഴേക്കും അമ്പലത്തിൽ നിന്നും ജാനകി എത്തി. ഉടുത്തിരുന്ന നേരിയത് പോലും മാറ്റാതെ അവർ അടുക്കളയിലേക്ക് വന്നു. ഇതാരാ ഈ ഇടിയപ്പം ഉണ്ടാക്കിയത്? ചേച്ചിയാണോ? ആവി പറക്കുന്ന ഇടിയപ്പം കണ്ട് ജാനകി അത്ഭുതത്തോടെ ചോദിച്ചു. അല്ല, തീർത്തയാണ്, പാർവതി പറഞ്ഞു. കൊള്ളാം മോളെ. ഇന്നലെയും കൂടെ മോഹനേട്ടൻ പറഞ്ഞതേയുള്ളൂ ഇഡ്ഡലിയും ദോശയും ഒക്കെ ഒന്ന് മാറ്റി പിടിച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ. ഇന്ന് അമ്പലത്തിൽ പോയതുകൊണ്ട് അതൊന്നും നടക്കില്ലെന്നാണ് വിചാരിച്ചത്. എന്തായാലും മോൾ ഇതൊക്കെ ഉണ്ടാക്കിയത് നന്നായി. ജാനകി പ്രശംസിച്ചപ്പോൾ തീർത്ഥയുടെ മുഖം പൂവ് പോലെ വിടർന്നു. പക്ഷേ പാർവതിക്ക് അതൊന്നും അത്ര ദഹിച്ചില്ല. വന്നപ്പോൾ തന്നെ അടുക്കള കാര്യങ്ങൾ അവൾ ചെയ്തത് അവർക്കത്ര ഇഷ്ടമായില്ല. ചായ മധുരമിട്ട് ഫ്ലാസ്കിൽ ഒഴിച്ചു വെച്ചുകൊണ്ട് അവൾ ശിവുവിനെ വിളിക്കാനായി റൂമിലേക്ക് പോയി. സ്കൂളിൽ പോകുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് ശിവു മടിയൊന്നും കൂടാതെ വേഗം എഴുന്നേറ്റ് റെഡിയായി. കുഞ്ഞിൻ്റെ കാര്യത്തിൽ തിരക്കായതുകൊണ്ട് തീർത്തിക്ക് മാധവൻ്റെ റൂമിലേക്ക് പോവാനായില്ല. ഡൈനിങ് റൂമിലിരുന്ന് ശിവുവിന് ചായ കൊടുക്കുമ്പോഴാണ് ഓരോരുത്തരായി കഴിക്കാൻ വന്നിരുന്നത്. മഹേശ്വർ അവളെ നോക്കി പുഞ്ചിരിച്ചെങ്കിലും മോഹൻ കണ്ട ഭാവമില്ല. അയാൾ മനഃപൂർവ്വം തീർത്തയെ ശ്രദ്ധിച്ചില്ല. താൻ ആദ്യമായി ഉണ്ടാക്കിയത് ഭക്ഷണത്തെപ്പറ്റി അവരെന്ത് പറയുമെന്ന് ആലോചിച്ച് അങ്കലാപ്പോടെ നിൽക്കുകയാണ് തീർത്ത. ഇടിയപ്പം എല്ലാവർക്കും ഇഷ്ടമായി. മഹേശ്വർ അവളോട് നല്ല ഭക്ഷണമാണെന്ന് പറഞ്ഞപ്പോൾ ഇന്നലത്തെ പിണക്കം മറന്ന് ചിന്നുവും അവളുടെ ഭക്ഷണത്തെ പുകഴ്ത്തി. എല്ലാവരും തൻ്റെ ഭക്ഷണത്തെപ്പറ്റി നല്ലത് പറഞ്ഞപ്പോൾ തീർത്തയ്ക്ക് സന്തോഷം തോന്നിയെങ്കിലും മനസ്സ് നിറയണമെങ്കിൽ മാധവൻ്റെ നാവിൽ നിന്നും അത് കേൾക്കണം. തൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിൻ്റെ വയറ് നിറയണം. അവൻ വരുന്നുണ്ടോ എന്നറിയാനായി അവൾ ഹാളിലേക്ക് ഇടയ്ക്കിടെ പാളി നോക്കി. എല്ലാവരും കഴിച്ചു തുടങ്ങിയതിന് ശേഷമാണ് മാധവ് ഡൈനിങ് റൂമിലേക്ക് വന്നത്. പതിവ് പോലെ ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് അവൻ ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു. അപ്പോഴേക്കും ശിവു കഴിച്ചു കഴിഞ്ഞിരുന്നു. തീർത്ത അവളുടെ വായ കഴുകി കൊടുത്തുകൊണ്ട് ബാഗ് എടുത്തു കൊണ്ടുവരാനായി റൂമിലേക്ക് പറഞ്ഞു വിട്ടു. തീർത്ത, നീ തന്നെ വിളമ്പി കൊടുക്ക്. മാധവിന് ഭക്ഷണം വിളമ്പാനായി പാർവതി കാസറോൾ എടുക്കുന്നതിന് മുൻപേ അതെടുത്ത് ജാനകി തീർത്തയ്ക്ക് നേരെ നീട്ടി.
അമ്മയോ ശങ്കിച്ചു നോക്കിക്കൊണ്ട് അവൾ മാധവിൻ്റെ പ്ലേറ്റിലേക്ക് ഇടിയപ്പം വിളമ്പി. ഫോണിൽ തിരക്കിട്ട സംസാരത്തിലായിരുന്നത് കൊണ്ട് അവൻ ആദ്യം അത് ശ്രദ്ധിച്ചില്ല. കോള് കട്ട് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്ലേറ്റിൽ ഇഡ്ഡലിക്ക് പകരം ഇടിയപ്പം ഇരിക്കുന്നത് കണ്ടത്. ആരാ ഉണ്ടാക്കിയേ? അവൻ അരികിൽ നിൽക്കുന്ന തീർത്ഥയെ നോക്കി. ഞാൻ. നേരിയ വെപ്രാളത്തോടെയാണ് മറുപടി. കൊള്ളാം. കറിയും കൂട്ടി ഒരല്പം രുചിച്ചു നോക്കിയിട്ട് അവൻ പറഞ്ഞപ്പോൾ തീർത്ഥയുടെ മനസ്സിൽ സന്തോഷമഴ പെയ്തു. താൻ കഴിച്ചോ? മാധവ് ചോദിച്ചു. ഇല്ലെന്ന മട്ടിൽ അവൾ തലയാട്ടി. എന്നാ ഇരിക്കെ. മാധവ് അവളോട് അടുത്തുള്ള കസേരയിൽ ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ഞാൻ പിന്നെ കഴിച്ചോളാം. ഒട്ടും പ്രതീക്ഷിക്കാത്ത വാക്കുകൾ അവനിൽ നിന്നും കേട്ടപ്പോൾ അവളാകെ വെപ്രാളപ്പെട്ടു പോയി. തലേ ദിവസം ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോയ ആളാണ്. ഇരിക്കു തീർത്ത. ഇത്തവണ അവൻ്റെ ശബ്ദത്തിന് മൃദുത്വം കുറഞ്ഞു. മടിച്ചവൾ കസേരയിൽ അമർന്നു. തീർത്ഥയ്ക്കെന്തോ അവർക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ മടി തോന്നി. അവൾ അമ്മയെയും ചിറ്റയെയും നോക്കി. ചിറ്റ ചെറിയച്ഛന് ഭക്ഷണം വിളമ്പുന്ന തിരക്കിലാണെങ്കിൽ പാർവതി എന്തോ ശത്രുതയുള്ളതുപോലെ അവളെ തറപ്പിച്ചു നോക്കി നിൽക്കുകയാണ്. അവരുടെ രൂക്ഷമായ നോട്ടത്തിന് മുൻപിൽ പതറിപ്പോയ തീർത്ത മുഖം താഴ്ത്തി. അമ്മയ്ക്ക് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അവരൊക്കെ ഭർത്താവ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ കഴിക്കൂ. മാധവേട്ടൻ നിർബന്ധിച്ചിട്ടാണെങ്കിലും താൻ ഇരിക്കാൻ പാടില്ലായിരുന്നു. വെറുതെ പ്ലേറ്റിൽ വിരലോടിച്ചുകൊണ്ട് അവൾ മാധവിനെ ഇടം കണ്ണാൽ നോക്കി. ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണവൻ. ഇത്രയും രുചിയുണ്ടോ? കഴിച്ചു നോക്കണമെന്നുണ്ടെങ്കിലും അവളുടെ വിശപ്പ് കെട്ടുപോയിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു, താങ്ക്സ്. പ്ലേറ്റിലെ അവസാന തരി ഭക്ഷണം കൂടി കഴിച്ചിട്ടാണ് മാധവ് എഴുന്നേറ്റത്. ഭർത്താവിൽ നിന്നും ആദ്യമായി കിട്ടിയ പ്രശംസയിൽ അവളുടെ മനസ്സ് നിറഞ്ഞു. ഇതാണല്ലേ ആളുകൾ പറയുന്നത്, വയറിലൂടെ മനസ്സിൽ കയറാൻ പറ്റുമെന്ന്. നേർത്ത പുഞ്ചിരിയോടെ അവൾ ഡൈനിങ് ടേബിളിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ മാധവ് തീർത്ഥയെ സ്നേഹിച്ചു തുടങ്ങിയെന്ന തോന്നലിൽ മോഹനന്റെ മനസ്സ് അസ്വസ്ഥമായി. അരുതാത്തതൊന്നും സംഭവിക്കില്ലേ മഹാദേവ. അയാളുടെ കണ്ണുകൾ സ്കൂൾ ബാഗുമായി സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ശിവുവിൽ തറഞ്ഞു. ഈ കുഞ്ഞിനെ അനാഥമാക്കരുത്. അയാൾ മനസ്സുരുകി നിശബ്ദമായി പ്രാർത്ഥിച്ചു. വേണമെങ്കിൽ താനും കൂടി കയറിക്കോ. മാധവിനൊപ്പം ഒറ്റയ്ക്ക് പോവാൻ മടിയുള്ളതുപോലെ ശിവ തീർത്ഥയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു നിൽക്കുന്നത് കണ്ട് മാധവ് പറഞ്ഞു. മാധവിനും ഒപ്പം ഒരു യാത്ര അവളും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സ് മാറ്റണോ എന്ന് ചോദിക്കും പോലെ അവൾ ഇട്ടിരുന്ന ഡ്രസ്സിലേക്ക് നോക്കിക്കൊണ്ട് അവനെ നോക്കി. ഇത് മതി, നല്ലതാ. അവളുടെ മൗനമായ ചോദ്യം കേട്ടതുപോലെ മാധവ് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് പൂർണ്ണേന്ദു ഉദിച്ചു. പിന്നെയുള്ള സംശയം ഫ്രണ്ടിൽ കയറണോ ബാക്കിൽ കയറണോ എന്നുള്ളതായിരുന്നു. പറയാതെ ഫ്രണ്ടിൽ കയറിയാൽ ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി തീർത്ത ബാക്കിലെ ഡോർ തുറന്നു. ഫ്രണ്ടിൽ കയറ്. കൈയെത്തിച്ച് കോ ഡ്രൈവർ സൈഡിലെ ഡോർ തുറന്നുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് അവളുടെ മുഖവും മനസ്സും ഒരുപോലെ പ്രകാശിച്ചു. ഇന്ന് നല്ല മൂഡിലാണെന്ന് തോന്നുന്നു, മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ ശിവുവിനെയും കൂട്ടി കാറിൻ്റെ ഫ്രണ്ടിൽ കയറി. മാധവ് കാർ മുന്നോട്ടെടുത്തപ്പോഴാണ് വീട്ടിൽ ആരോടും പറഞ്ഞില്ലല്ലോ എന്ന് അവൾ ഓർത്തത്. ഇനി അതൊരു പ്രശ്നമാകുമോ എന്നോർത്ത് അവൾ ആദ്യ പിടിച്ചു. അതെ. അവൾ മെല്ലെ അവനെ വിളിച്ചു. എന്താ? കാറ് മെയിൻ റോഡിലേക്ക് ഇറക്കുന്നത് കൊണ്ട് ഡ്രൈവിങ്ങിലാണ് അവൻ്റെ ശ്രദ്ധ. ഞാനും കൂടെ പോരുന്ന കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ല. മാധവ് അങ്ങനെ പ്രതികരിക്കുമെന്ന് ഓർത്ത് ചെറിയ പേടിയോടെ അവൾ പറഞ്ഞു. അത് സാരമില്ല, കാണാതാകുമ്പോൾ എൻ്റെ കൂടെ വന്നതാണെന്ന് കരുതിക്കോളും. മാധവ് വളരെ ലാഘവത്തോടെ പറഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. മെല്ലെ മൂളിക്കൊണ്ട് അവൾ ശിവുവിനൊപ്പം പുറത്തേക്ക് നോക്കിയിരുന്നു. എങ്കിലും ഒളിക്കണ്ണാൽ തൻ്റെ പ്രിയപ്പെട്ടവനെ നോക്കുന്നുമുണ്ട്. പ്രണയത്താൽ അവൾ അവനിൽ പൂർണ്ണമായും അടിമപ്പെട്ടു. അവനില്ലാതെ പൂർണ്ണമാകാൻ സാധിക്കാത്ത ഒരു ചിത്രം പോലെ കണ്ണുകളിൽ പ്രണയം നിറച്ചുകൊണ്ട് അവൾ അവനിൽ ചായങ്ങൾ തിരഞ്ഞു. പ്രണയത്തിൻ്റെ കടും ചായങ്ങൾ. ശിവുവിൻ്റെ സ്കൂൾ എത്തിയപ്പോൾ തീർത്ത കുഞ്ഞിനെയും കൂട്ടിയിറങ്ങി. മാധവും കൂടെ ഇറങ്ങി. അതവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. തങ്ങളെ ആക്കിയിട്ട് അവൻ ബാങ്കിലേക്ക് പോകുമെന്നാണ് അവൾ കരുതിയിരുന്നത്. മാധവിൻ്റെയും തീർത്ഥയുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ശിവു സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് നടന്നു. കവളിൽ വാത്സല്യത്തോടെ അമർത്തി ചുംബിച്ചുകൊണ്ട് തീർത്ത അവളെ ക്ലാസ്സിലേക്ക് കയറ്റിവിട്ടു. ക്ലാസ്സിലേക്ക് കയറും മുന്നേ ശിവ തിരിഞ്ഞും ഓപ്പോളെയും ഏട്ടനെയും നോക്കി. മാധവ് കണ്ണു ചിമ്മിക്കൊണ്ട് കൈവീശി കാണിച്ചു. ശിവു തിരിച്ചു. അവിടെ നിന്നും ഇരുവരും പോയത് ശിവയുടെ ക്ലാസ് ടീച്ചറെ കാണാനും സ്റ്റാഫ് റൂമിലേക്കായിരുന്നു. സ്റ്റാഫ് റൂമിന് പുറത്ത് അവളെ കണ്ടപ്പോൾ ശിവയുടെ ക്ലാസ് ടീച്ചറായ ശോഭ പുറത്തേക്ക് വന്നു. കല്യാണത്തിൻ്റെ കാര്യം നേരത്തെ അറിഞ്ഞതുകൊണ്ട് അവർക്കടുത്തെത്തിയപ്പോൾ ആദ്യം തന്നെ ടീച്ചർ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ചെയ്തത്. തീർത്ഥയും മാധവും ടീച്ചറോട് നന്ദി പറഞ്ഞു. പിന്നെയാണ് ശിവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചത്. വൈകുന്നേരം ശിവയെ അവരുടെ വീടിനടുത്തേക്ക് റൂട്ടുള്ള ബസ്സിൽ കയറ്റി വിടാമെന്ന് ടീച്ചർ പറഞ്ഞു. ടീച്ചറോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇരുവരും കാറിനടുത്തേക്ക് നടന്നു. അപ്പോഴാണ് മാധവിന് ഒരു കോൾ വന്നത്. അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മുൻപേ നടന്നു. ഇവിടെ നിന്നും താൻ ഇനി എങ്ങനെ പോകും എന്നറിയാതെ തീർത്ത പുറകിലും. ഫോണിലായതുകൊണ്ട് ഒന്നും ചോദിക്കാനും പറ്റുന്നില്ല. എന്തേ കയറുന്നില്ലേ? കോള് കട്ട് ചെയ്തതിന് ശേഷം കാറിനരികിൽ സങ്കോചത്തോടെ നിൽക്കുന്ന അവളോട് അവൻ ചോദിച്ചു. ബാങ്കിലേക്കല്ലേ?
അവൾ ചോദിച്ചു. ബാങ്കിൽ പോണം. തന്നെ ഞാൻ വീട്ടിലാക്കി തരാം. ഇവിടെ നിന്നും ആ റൂട്ട് ബസ് കുറവാണ്. അല്ലെങ്കിൽ പിന്നെ ഓട്ടോയ്ക്ക് പോണം. ഫോൺ തിരികെ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എന്നാൽ ഞാൻ ഓട്ടോയ്ക്ക് പൊക്കോളാം. മാധവിനൊപ്പം പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അവനത് ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി അവൾ പറഞ്ഞു. ഓക്കെ. അവനത് സമ്മതിച്ചപ്പോൾ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു നൊമ്പരം പിടഞ്ഞുണർന്നു. മാധവിനൊപ്പം അവൾ സ്കൂളിന് പുറത്തുള്ള ഓട്ടോ സ്റ്റാൻഡിന് പുറത്തേക്ക് നടന്നു. ഇതാ. തീർത്ത ഓട്ടോയിൽ കയറിയപ്പോൾ മാധവ് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്നും പേഴ്സ് എടുത്ത് അതിൽ നിന്നും 500 രൂപയെടുത്ത് അവൾക്ക് നേരെ നീട്ടി. തീർത്ത അത് വാങ്ങി. ശരി, എത്തിയിട്ട് വിളിക്ക്. ഓട്ടോ എടുത്തപ്പോൾ അവൻ പറഞ്ഞു. അവൾ തലയാട്ടി. ഓട്ടോ മുൻപോട്ട് പോകുമ്പോൾ അവൾ പതിയെ തിരിഞ്ഞു നോക്കി. കാറിനടുത്തേക്ക് പിന്തിരിഞ്ഞ് നടക്കുകയാണ് മാധവ്. ഇഷ്ടമൊക്കെയുണ്ട്, പ്രകടിപ്പിക്കാൻ മടിയാണ്. പക്ഷേ സാരമില്ല, ഇത്രയൊക്കെ മതി എനിക്ക്. നേർത്ത പുഞ്ചിരിയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൾ നെഞ്ചിൽ തൊട്ടി കിടക്കുന്ന മാധവിൻ്റെ പേരെഴുതിയ ആലിലത്താലിയിൽ മുറുകെ പിടിച്ചു. മാധവിൻ്റെയും തീർത്ഥയുടെയും വിവാഹ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുകയാണ് ആർദ്ര. അവളുടെ കണ്ണുകളിൽ കനലെരിയുന്നുണ്ടായിരുന്നു. കാതുകളിൽ മുഴങ്ങിക്കേൾക്കുന്ന ജാനകിയുടെ വാക്കുകൾ അവളെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. നിറഞ്ഞ ചിരിയോടെ മാധവിനോട് ചേർന്ന് നിൽക്കുന്ന തീർത്ഥയുടെ ഫോട്ടോ അവൾ ക്രോപ്പ് ചെയ്തു മാറ്റി. ഇതുപോലെ അവൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ നിന്നെ ക്രോപ്പ് ചെയ്തു മാറ്റും. ക്രൂരമായ ആനന്ദത്തോടെ പിറുപിറുത്തു. എനിക്കിപ്പോഴും നിന്നെ മനസ്സിലാവുന്നില്ല ആർദ്ര. അയാളിപ്പോൾ 2ാം കെട്ടുകാരനല്ലേ? പോരാത്തതിന് ദോഷം മാറണമെങ്കിൽ അയാൾക്ക് കുഞ്ഞുണ്ടാകണം. കുഞ്ഞുണ്ടായതിന് ശേഷം ആ പെണ്ണ് മരിക്കുകയാണെങ്കിലല്ലേ നിന്നെ വിവാഹം കഴിക്കൂ. ഇനി മരിച്ചില്ലെങ്കിലോ? ഇനി മരിച്ചാൽ തന്നെ ആ കുഞ്ഞിനെ നീ നോക്കുമോ? കൗണ്ടറിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന ബ്രോസ്റ്റും കൊക്കക്കോളയും ടേബിളിൽ വെച്ചുകൊണ്ട് കാവ്യ അവൾക്കെതിരെയുള്ള ചെയറിൽ അമർന്നു. മാധവിൻ്റെ ബാങ്കിൻ്റെ ഓപ്പോസിറ്റുള്ള KFCയിലാണ് ഇരുവരും. 2ാം കെട്ടായാലും 3ാം കെട്ടായാലും മാധവിനെ എനിക്ക് വേണം. കണ്ട നാൾ മുതലുള്ള മോഹമാണ്. ആർദ്രയുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി. എന്ത് മോഹം? അയാളെക്കാളും നല്ല എത്രയോ പയ്യന്മാർ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അവരിലൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് അയാൾക്കുള്ളത്? ജാതകദോഷമോ? നെറ്റി ചൊളിച്ചുകൊണ്ട് കാവ്യ ചോദിച്ചു. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. തൽക്കാലം മോളിത് കഴിക്ക്. കൊക്കക്കോള ഒന്ന് സിപ്പ് ചെയ്തു. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാങ്കിൻ്റെ പാർക്കിങ്ങിലേക്ക് മാധവിൻ്റെ കാർ പോകുന്നത് അവർ കണ്ടു. എടി, ഞാനിപ്പോൾ വരാം. ടിഷ്യൂ പേപ്പറിൽ കൈയും മുഖവും തുടച്ചുകൊണ്ട് ആർദ്ര അവിടെ നിന്നും ഇറങ്ങി ബാങ്കിൻ്റെ പാർക്കിങ്ങിലേക്ക് നടന്നു. തൻ്റെ സ്ലോട്ടിൽ കാർ പാർക്ക് ചെയ്തുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങിയ മാധവ് തൊട്ടു മുൻപിൽ ആർദ്രയെ കണ്ടൊന്ന് ഞെട്ടി. ആർദ്ര, താനെന്താ ഇവിടെ? മുറുകിയ മുഖത്തോടെ അവൻ ചോദിച്ചു. എനിക്കൊന്ന് സംസാരിക്കണം. അവൾ പ്രണയത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. ആ നോട്ടം അവനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി. എനിക്ക് സമയമില്ല, ഓൾറെഡി ഞാൻ ലേറ്റാണ്. അതും പറഞ്ഞുകൊണ്ട് ലാപ്ടോപ്പ് ബാഗും എടുത്ത് അവൻ ബാങ്കിലേക്ക് നടന്നു. എനിക്ക് സംസാരിച്ചേ പറ്റൂ. അവൻ്റെ പിറകെ വന്നുകൊണ്ട് അവൾ പറഞ്ഞു. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുമാത്രമല്ല, ആർദ്രയ്ക്ക് ഇനി എന്ത് സംസാരിക്കാനാണ് എന്നോട്? തിരിഞ്ഞു നിന്നുകൊണ്ട് മാധവ് അവൾക്ക് നേരെ പുരികമുയർത്തി. അത് ഞാൻ പറയാം. ഒരു 10 മിനിറ്റ്, അത്രയും മതി. അപേക്ഷിക്കും പോലെ അവൾ പറഞ്ഞു. ഇപ്പോൾ എന്തായാലും പറ്റില്ല. ഉച്ച കഴിഞ്ഞ് ഞാൻ വിളിക്കാം. അതും പറഞ്ഞുകൊണ്ട് അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ ബാങ്കിനകത്തേക്ക് കയറിപ്പോയി. എന്തായാലും ഉച്ച കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞല്ലോ. ആർദ്രയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി. അവൾ തിരികെ KFCയിലേക്ക് നടന്നു. എന്തായി? പതിവ് പോലെ ആട്ടിവിട്ടോ? പരിഹാസത്തോടെ കാവ്യ ചോദിച്ചു. അതിന് വേറെ ആളെ നോക്കണം. ഉച്ച കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞു. വിജയീഭാവത്തിൽ അവൾ പറഞ്ഞു. അല്ല, എന്താ നീ അയാളോട് പറയാൻ പോകുന്നത്? ആ പെണ്ണ് മരിക്കാതെ എന്തായാലും നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. അതിന് ഇനിയും സമയമുണ്ട്. നീ ഇപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാ? കാവ്യയ്ക്ക് അവളുടെ മനസ്സിലുള്ളത് അറിയണമെന്ന് അതിയായ ആഗ്രഹം തോന്നി. വിട്ടുകളയാനാവാത്ത വിധം പ്രണയമൊന്നും ആർദ്രയ്ക്ക് മാധവനോടുള്ളതായി അവൾക്ക് തോന്നിയിട്ടില്ല. ഡി കാവ്യേ, ഈ ലോകത്ത് ആർദ്ര ഒരു പുരുഷനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അവനെ മാത്രമേ മോഹിച്ചിട്ടുള്ളൂ. അവനും ഒന്നിച്ചുള്ള ജീവിതം മാത്രമേ സ്വപ്നം കണ്ടിട്ടുള്ളൂ. പക്ഷേ അതിനുവേണ്ടി എൻ്റെ ജീവൻ ത്യാഗം ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എനിക്ക് അവൻ്റെ ഒപ്പം ജീവിക്കണം. പിന്നെ നമ്മൾ പറയാറില്ലേ, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകൂ എന്ന്. അങ്ങനെ എനിക്ക് വളമാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് തീർത്ത എന്ന ആ പീറപ്പെണ്ണ്. പിറകിലേക്ക് ചാരിയിരുന്നു കൊണ്ട് അവൾ ചുണ്ട് ഒരു വശത്തേക്ക് കൂട്ടി പുച്ഛത്തോടെ പറഞ്ഞു.